ഹായ് ഹലോ കഥ ക്യാമറയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ വിലായത്ത് ബുദ്ധ സിനിമയുടെ ട്രെയിലർ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലുലു മോളിൽ വെച്ചിട്ടുള്ള ഇവന്റിലാണ്, ട്രെയിലർ ലോഞ്ച് ഇവന്റിലാണ് ട്രെയിലർ റിലീസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് കാന്ത ആക്ച്വലി റിലീസ് ആയതുകൊണ്ട് തന്നെ അതിന്റെ പിന്നാലെ അത് കാണലും കാര്യങ്ങളായിട്ട് ട്രെയിലർ ആക്ച്വലി മിസ് ഔട്ട് ആയി പോയി. ആൻഡ് ഇപ്പോഴാണ് ട്രെയിലർ കാണുമ്പോൾ നമുക്ക് റിയാക്ട് ചെയ്യാന്ന് വിചാരിച്ചു. ഇത് ഹോപ്പ്ഫുള്ളി നാളെ ആയിരിക്കും അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുക. നാളെ കാണുന്നത് 15th. സോ നമുക്ക് ട്രെയിലറിലേക്ക് നേരിട്ട് കിടക്കാം, കാരണം കൂടുതൽ ടൈം വേസ്റ്റ് ചെയ്യണ്ട. നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. മേൽപ്പറഞ്ഞ അഡ്രസ്സിൽ കഴിഞ്ഞ 55 വർഷമായി സ്ഥിരതാമസക്കാരനായ ഞാൻ 7/5/24, 8/5/24 എന്നീ ദിവസങ്ങളിൽ കൊടൈക്കനാലിൽ പോയി തിരിച്ചു വരുമ്പോൾ എൻ്റെ വീടിൻ്റെ പുറകിൽ നിന്ന് ഏകദേശം 14 ഇഞ്ചോളം ചുറ്റുവണ്ണമുള്ള ചന്ദനമരം മോഷണം പോയതായി കാണപ്പെട്ടു. ഫോറസ്റ്റാർ ലിസ്റ്റിൽ പെട്ടായതുകൊണ്ടേ നാളെ ഇനി ഏണിയാവണ്ടല്ലോ എന്ന് വെച്ച് ഇവിടെ വന്ന് ചുമ്മാ ഒരു പരാതിയും കൊടുക്കും. അവൻ നോക്കി വെച്ചാൽ അവൻ കൊണ്ടുപോകും. അവന്റെ തൊഴിലായി ചന്ദനം മോഷണം. தெரியுதா யார் வந்திருக்காங்கன்னு? മാസ് എൻട്രിയിലെ നമ്മ ഹീറോ ഡബിൾ മോഹൻ കൊള്ളാലോ. പിന്നെ നാട്ടുകാർ പല പേരും വിളിക്കും. ഡബിൾ മോഹനൻ, സാൻഡൽ മോഹനൻ, ചിന്ന വീരപ്പൻ. എനിക്ക് കൊള്ളക്കാരൻ മോഹനോടാ പ്രേമം. നീ തോറ്റാ ഞാൻ വെറും ചോലക്കിലെ ചെമ്പകത്തിന്റെ മോളാം. പക്ഷെ എനിക്ക് ഡബിൾ മോഹനന്റെ ഭാര്യയായിട്ട് ഈ മറയൂർ ടൗണിൽ കൂടെ നെഞ്ചും വിരിച്ച് നടക്കണം. സാറേ ഇതാ ഡബിളിന്റെ പരിപാടിയാണെന്ന് സാറിനും അറിയാം, ഇവിടെ ഉള്ള എല്ലാവർക്കും അറിയാം. ഗർഭിണികളെ കയറ്റിയും കോഴിച്ചോറ് വെച്ച് ആക്സിഡന്റ് ആണെന്നൊക്കെ പറഞ്ഞ് നീ ഞങ്ങളെ പറ്റിച്ച് കുറെ കടത്തിയതല്ലേ? ചന്ദനം യശോധാവള്യം എന്നൊരു പ്രയോഗമുണ്ട് മലയാളത്തിൽ. ശുഭ്രനിറത്തിൽ വിലസി നിൽക്കുന്ന എന്നർത്ഥം. അതിന്റെ തണലിൽ നിന്നാ മതി, കറ പുരണ്ടവരും തിളങ്ങും. അവനിങ്ങ് വരട്ടെ. ഇനി ഇടപാട് നമ്മൾ തമ്മിലാ. ഒരിടത്തിന്റെ ഉടമ ഇതിൽ കക്ഷിയല്ല. ഞാൻ വില പറഞ്ഞുറപ്പിച്ച ഇടപാടിന്റെ ഇടയിലോട്ട് നീ തല കൊണ്ടിട്ട ആ തല ഞാൻ എടുക്കും. ഒന്നുകൂടെ വിളയണം. അടുത്ത അവന്റെ നെഞ്ചത്ത തൊട്ടാ ഞാൻ കൊല്ലും, ആരാണെങ്കിലും കൊല്ലും. വിളച്ചിലെടുക്കല്ലേടാ. കാക്കിയിട്ട് ഒരുപാട് ഏമാന്മാര് കയറി ഇറങ്ങി പോയ ചുരുവാസാണ്. മലയും മോഹനനും അന്നും ഇന്നും ഇവിടെ തന്നെ ഉണ്ട്. പണി വരാൻ കിടക്കുന്നവള് മോന. പതിനഞ്ചേരം ചന്ദനത്തിലെ ഏറ്റവും ലക്ഷണമൊത്ത വിലായത്ത് എനിക്കായിട്ട്. അങ്ങേരോട് പോയി പറഞ്ഞേക്ക് ഞാൻ അങ്ങോട്ട് വരുന്നുണ്ടെന്ന്. ഇനിയുണ്ടാ ഉണ്ട് ഇതില്. നീങ്ക വാ. ഇൻ സിനിമാസ് വേൾഡ് വൈഡ് ഓൺ 21st of November. അടുത്ത ആഴ്ചയാണ് പടം റിലീസ് ചെയ്യുന്നത്. എന്തായാലും കൊള്ളാം, കുഴപ്പമില്ലാത്ത ട്രെയിലർ. എനിക്ക് ഭയങ്കര സംഭവം ഒന്നും തോന്നിയില്ല, എന്നാലും കൊള്ളാം. ഇതില് 2-3 സീന് ഭയങ്കരമായിട്ട് പുഷ്പമായിട്ടുള്ള സിമിലാരിറ്റി ഫീൽ ചെയ്തു. മറ്റേ ഏതാ വെച്ച് കഴിഞ്ഞാൽ പൃഥ്വിരാജിന്റെ ടൈറ്റിൽ എഴുതി കാണിച്ച സമയത്ത് സ്റ്റാർ, എനിക്ക് എന്തുകൊണ്ടാണ് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പുഷ്പയുടെ ട്രെയിലറിൽ മൈത്രി അവരായിരുന്നു പ്രൊഡക്ഷൻ. അപ്പൊ അവർക്കും ഒരു സ്റ്റാർ സംഭവത്തിൽ എന്തുകൊണ്ട് തോന്നുന്നു, അത് പെട്ടെന്ന് മനസ്സിലേക്ക് അത് ആ പിക്ചറാ വന്നത്. പിന്നെ ഇത് ഞാൻ ഈ സിനിമയെ കുറിച്ച് ആക്ച്വലി ഇതിന്റെ ഇവന്റിൽ പൃഥ്വിരാജിന്റെ ഓരോ ബൈറ്റ്സ്, ഓരോ സംഭവങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ കടന്നു കളിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് സിനിമ കഴിഞ്ഞ് വരുന്ന സമയത്തും ഞാൻ അതൊക്കെ ഇങ്ങനെ കണ്ടു. അപ്പോ ഒരു കാര്യം കണ്ടതാണ്, അത് പുഷ്പ, ഒരാൾ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു, പുഷ്പ ആക്ച്വലി റിലീസ് ചെയ്യുന്നതിന്റെ മുൻപേ ഈ സിനിമ ഇവര് എന്താ പറയാ ഇതിന്റെ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, വായിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഷൂട്ട് തുടങ്ങിയപ്പോഴും പുഷ്പ റിലീസ് ആയിരുന്നില്ല എന്നാണ് കേട്ടിട്ടുള്ളത്. സോ ഒരു സിമിലാരിറ്റിയും കാര്യങ്ങളും സ്ക്രിപ്റ്റിലോ അതേപോലെ ആ ക്യാരക്ടറിനോ ഇല്ല. പക്ഷെ അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ എനിക്ക് അറിയില്ല, നമുക്കത് ഫീൽ, മറ്റേത് ഇറങ്ങിയോണ്ട് ചന്ദന കടത്ത് മൊത്തത്തിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് ഫീൽ ചെയ്യിപ്പിക്കുകയായിരിക്കും. ആൻഡ് വേറൊരു കാര്യം മനസ്സിലായത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതും ആക്ച്വലി ഒരു ഈഗോ കൈൻഡ് ഓഫ് മൂവി, ഇപ്പൊ അയ്യപ്പനും കോശിയൊക്കെ ഉണ്ടായിരുന്ന പോലത്തെ മൂവിയാണ് തോന്നിയത്. എന്തുകൊണ്ടാണ് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഷമ്മി തിലകന്റെ ക്യാരക്ടർ അതേപോലെ പൃഥ്വിരാജ് തമ്മിൽ എന്തൊരു അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊരു വിയോജിപ്പും. അതില് എന്താ പറയാ, ലാസ്റ്റ് പറയണ്ടല്ലോ ഒരു ഡയലോഗ്, അങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറയുമ്പോൾ ഷമ്മി തിലകൻ പറയുന്നുണ്ട് തോക്കിൽ ഇനിയും ബുള്ളറ്റ് ബാക്കിയുണ്ട്. ഇനി അവർ തമ്മിലുള്ള ഒരു ക്ലാഷ് ആയിരിക്കാം. മേ ബി എന്തെങ്കിലും ഇത് പറഞ്ഞിട്ടുണ്ടാവും. ഇയാൾ ചന്ദന കടത്ത് പരിപാടിയൊക്കെ ആയിട്ട് നടക്കുന്ന ആളാണ് നമ്മുടെ പൃഥ്വിരാജിന്റെ ക്യാരക്ടർ. ആൻഡ് ഷമ്മി തിലകൻ അത് തടയാനായിരിക്കും നോക്കണ്ടാവുക. അപ്പൊ പറ്റില്ല എന്ന് പറയുമ്പോൾ ചെയ്യാൻ പറ്റുന്ന കാണിക്കുന്ന ഒരു കൈൻഡ് ഓഫ് ഈഗോ അല്ലേ, അതായിരിക്കാം മേ ബി. പക്ഷെ എന്തായാലും രസം ഉണ്ടാവുമായിരിക്കും കേട്ടോ. ട്രെയിലർ വേറെ മൂഡ്, സിനിമ കാണുമ്പോൾ ചിലപ്പോൾ വേറെ മൂഡ്. കാരണം ട്രെയിലർ കണ്ടിട്ട് നമുക്ക് സിനിമയിൽ ഒരിക്കലും വിലയിരുത്താൻ പറ്റില്ല. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു പ്രൊമോഷണൽ പരിപാടി. അപ്പൊ എന്തായാലും കാത്തിരിക്കാൻ 21st. എന്താ 21st 2 സിനിമകളുണ്ട്. എക്കോ എന്ന് പറഞ്ഞ സിനിമ കൂടെ ഉണ്ട്, മറ്റേ നരയും സന്ദീപ് ഒക്കെ ഉള്ള.
അപ്പൊ വേറൊരു കാര്യം ഇതിൽ പറയണമെന്ന് വിചാരിച്ചത് വെച്ചാൽ ഈ സിനിമയുടെ ഷൂട്ട് ആക്ച്വലി കുറേ കാലം നീണ്ടു നിന്നിരുന്നു. അതിന്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ ഇതിൽ തന്നെ ഫൈറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും കിൻഡൽ ഫൈറ്റ് പരിപാടീസ് ഒക്കെ ഉണ്ട് എന്ന് തോന്നുന്നുണ്ട്. തോന്നുന്നുണ്ടെന്നല്ല, ഉണ്ട്. കാരണം പൃഥ്വിരാജിന് ഫൈറ്റിന്റെ ഇടയിലാണ് എന്തോ ഇഞ്ചുറി പറ്റിയിട്ട് അങ്ങനെ ആള് റെസ്റ്റിലായിരുന്നു. 18 മാസത്തിന് അടുത്തിട്ട് ഈ സിനിമ ചെയ്യാൻ പറ്റില്ല, ഐ മീൻ ഇതിലെ ഫൈറ്റ് സീക്വൻസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കുറെ ലിമിറ്റേഷൻസും കാര്യങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സിനിമ ആക്ച്വലി കുറച്ച് കാലം മീൻസ് കാലത്തോളം എടുത്ത് ഐ മീൻ ഇതിന്റെ പിന്നാലെ നടന്നിട്ടാണ് അവർ ഈ സിനിമ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. കാരണം ഇതിന്റെ കുറെ മുന്നേ തന്നെ ഇതിന്റെ പോസ്റ്റേഴ്സും കാര്യങ്ങളും വന്നിരുന്നു. എന്റെ ഇപ്പൊ ഫൈനലി ഇറ്റ്സ് റിലീസിംഗ് ഓൺ 21st of November. എന്തായാലും നമുക്ക് ഉഷാറാക്കാം. പൃഥ്വിരാജിന്റെ ഒരു ഫൈറ്റും പരിപാടിയും, ഐ മീൻ അങ്ങനത്തെ ഒരു പടം കംപ്ലീറ്റ് എന്താ പറയാ, ഔട്ട് ആൻഡ് ഔട്ട് പൃഥ്വിരാജിന്റെ ഷോ കണ്ടിട്ട് കുറച്ച് കാലമായി. അതൊന്ന് കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ കാത്തിരിക്കണത്. എന്താ മീൻസ് പൃഥ്വിരാജ് ഒരു സിനിമയായി വരുമ്പോൾ ആൾക്ക് വരുന്ന ഏറ്റവും വലിയ ചലഞ്ച് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നാട്ടിലെ ആൾക്ക് മൊത്തത്തിലുള്ള ഒരു സിറ്റുവേഷനിൽ തോന്നുന്നു എല്ലാവരും ആൾക്കെതിരെ എന്തിനാ എത്ര ഹേറ്റേഴ്സ് പൃഥ്വിരാജിന് എന്നുള്ളത് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ഒരു സിനിമ ചെയ്തുകൊണ്ടാണോ, ഒരു സിനിമ ഡയറക്ട് ചെയ്തുകൊണ്ടാണോ? നോ, അല്ല. കാരണം എന്തോ ആളോടൊരു ആളെ ടാർഗറ്റ് ചെയ്തിട്ട് എന്തോ ഹേറ്റഡ് പരിപാടി. എന്തായാലും ഉഷാറാവട്ടെ. എനിക്ക് പൃഥ്വിരാജിനെ ഭയങ്കര ഇഷ്ടമാണ്, ആളുടെ സിനിമകൾ ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് ആള് ചെയ്തതിലെ മാസ് പരിപാടിയിൽ എനിക്ക് മാസ് അത് ആ ഒരു ഇതിലെ കാറ്റഗറി എടുത്തോളം എന്റെ ഫേവറേറ്റ്, എപ്പോഴും ഫേവറേറ്റ് താന്തോന്നിയാണ്. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇപ്പോഴും ഞാനത് ഇടയ്ക്കിടയ്ക്കൊക്കെ വെറുതെ ഇങ്ങനെ യൂട്യൂബൊക്കെ എടുത്ത് കാണാറുണ്ട്. സോ ഈ സിനിമയും ഉഷാറാവട്ടെ. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഹാപ്പി ആയിട്ടിരിക്കണം, സേഫ് ആയിട്ടിരിക്കണം. ഗുഡ് നൈറ്റ് ആൻഡ് ഗുഡ് ബൈ.